നിങ്ങൾ എന്തു പറയുന്നു ചന്ദ്ര? അതൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഇഷ്ടമല്ലേ അങ്കിൾ? പിന്നെ എനിക്കാകെ ഒരു സജഷൻ ഉള്ളത് പറ്റിയാൽ 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം എന്നാണ്. വാട്ട്? 1 മാസമോ? അതെ രാധിക, ഞാൻ ദുബായിൽ ഒരു പുതിയ കമ്പനി തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിൻ്റെ ആവശ്യങ്ങൾക്കായി എനിക്ക് 1-2 വർഷത്തേക്ക് അവിടേക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് ഞാനും ശ്രീജയും ഓഗസ്റ്റിൽ അവിടേക്ക് പോകും. പിന്നെ ഇടയിൽ ഒരു വരവൊക്കെ ബുദ്ധിമുട്ടാ. സോ പക്ഷേ 1 മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണ്ടേ? അപ്പോൾ എങ്ങനെയാ എടുപിടീന്ന്? ദർശൻ തൻ്റെ ആശങ്ക പങ്കുവച്ചു. ഏയ്, അതൊന്നും സാരമില്ല ഡാഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു സിമ്പിൾ വെഡ്ഡിങ് മതിയെന്നാ ആഗ്രഹം. ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമുള്ളൊരു വിവാഹം. അപ്പോൾ പിന്നെ 1 മാസം കൊണ്ടൊക്കെ കാര്യങ്ങൾ ഈസിയായി അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായം വന്നെങ്കിലും രുദ്രൻ്റെ താല്പര്യവും ദേവികയുടെ പാരൻസിൻ്റെ സൗകര്യവും നോക്കി 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്താൻ തീരുമാനമായി. രുദ്രനൊക്കെ തിരികെ പോകുമ്പോൾ ഏവരും ഉടൻ വരാൻ പോകുന്ന കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകി. അന്ന് രാത്രി ഏറെ വൈകി രാധികയെ തേടി സുജിത്തിൻ്റെ കോൾ എത്തിയിരുന്നു. ഷുക്കൂറുമായി സംസാരിച്ചെന്നും അടുത്ത ദിവസം മോഹനും ലൈലയുമായി കൂടിക്കാഴ്ച നടത്താമെന്നും അയാൾ അറിയിച്ചു. ഷുക്കൂർ പറഞ്ഞത് പ്രകാരം സ്ട്രീറ്റിലെ ഒരു സാധാരണ കഫേയിലാണ് രാധിക അവരെ മീറ്റ് ചെയ്യാൻ എത്തിയത്. ഷുക്കൂറിനൊപ്പം നേരത്തെ തന്നെ കഫേയിൽ സ്ഥാനം പിടിച്ച മോഹനും ലൈലയും രാധികയെ കണ്ടതും ഞെട്ടിയിരുന്നു. എന്താ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചന്ദ്രശേഖർ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? തന്നെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ പരിഭ്രാന്തി ആസ്വദിച്ചുകൊണ്ട് രാധിക ചോദിച്ചു. അത് പിന്നെ മാഡം. ഏയ്, കൂടുതൽ പരിങ്ങണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, പകരം സഹായിക്കാൻ വന്നതാ. സഹായമോ? എന്ത് സഹായം? ലൈലയുടെ സംശയം നിറഞ്ഞ ചോദ്യത്തിനൊരു പുഞ്ചിരിയോടെയാണ് രാധിക മറുപടി പറഞ്ഞു തുടങ്ങിയത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നിങ്ങൾ ഇരുവരും പണ്ട് മുതലേ സിനിമാ പ്രേമവുമായി നടക്കുന്നവരാണെന്ന്. പക്ഷേ പ്രാരാബ്ധങ്ങൾ കൊണ്ടും പിന്നെ പിടിപാടില്ലായ്മ കൊണ്ടും ഒന്നുമാകാൻ പറ്റാതെ ഇങ്ങനെ ഒരു ചെറിയ നാടക ഗ്രൂപ്പിൽ ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു ജീവിക്കുന്നു അല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു ലൈല. നിങ്ങൾ പണ്ട് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ നിരന്തരം ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിരുന്ന ആളല്ലേ ലൈല? ഇങ്ങനെ വാടകയ്ക്ക് ബന്ധുവായി അഭിനയിച്ചും നക്കാപ്പിച്ച കാശിനു നാടകത്തിൽ അഭിനയിച്ചും തീർക്കേണ്ടതാണോ നിങ്ങളുടെ ജീവിതം? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. മാഡം എന്താ പറഞ്ഞു വരുന്നത്? സീ ലൈല, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഞാനൊരു ചാൻസ് വാങ്ങിത്തരാം. എന്ത്? രാധിക പറഞ്ഞത് കേട്ടതും ലൈല വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു. അതെ ലൈല, എനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളെ അവരുമായി ഞാൻ കണക്ട് ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരണം. എന്ത് സഹായമാണ് മാഡം? എന്ത് വേണമെങ്കിലും മടിക്കാതെ പറഞ്ഞോളൂ. എന്നാൽ രാധികയുടെ മോഹന വാക്കുകളിൽ വീണ ലൈലയെ മോഹൻ അല്പം ദേഷ്യത്തോടെ നോക്കി. അവർ എന്താകും പറയാൻ പോകുന്നതെന്ന് അയാൾക്ക് ഏകദേശ ധാരണ ലഭിച്ചിരുന്നു. അയാളുടെ ധാരണ ശരിവെച്ചുകൊണ്ട് രാധിക ആ കാര്യം ആവശ്യപ്പെട്ടു. ഏത് വിധേനയും ഈ വിവാഹം മുടക്കുക. അതൊന്നും നടക്കില്ല മാഡം. രാധിക തൻ്റെ ആവശ്യം അറിയിച്ചതും എടുത്തടിച്ച പോലെ മോഹൻ പറഞ്ഞു. ഞങ്ങൾ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നും പേയ്മെൻ്റൊക്കെ വാങ്ങിയതാണ്. ഏറ്റുപോയ ഡീലിൽ നിന്നും പിന്മാറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പറഞ്ഞു കഴിഞ്ഞതും രാധിക മുമ്പിലേക്ക് നീട്ടിയ ചെക്കിലെ എമൗണ്ട് കണ്ട് മോഹൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. തൻ്റെ മുമ്പിലേക്ക് നീട്ടിവെച്ച ബ്ലാങ്ക് ചെക്ക് കണ്ട് കണ്ണ് മിഴിച്ചിരിക്കുന്ന മോഹനെ കണ്ടതും രാധികയും സുജിത്തും പരസ്പരം ഒന്ന് നോക്കി. തങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പം കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊരു ചിന്ത ആ നോട്ടത്തിലൂടെ ഇരുവരും പരസ്പരം കൈമാറി. മാഡം, ഇത്... തൻ്റെ മുമ്പിൽ പകപ്പോടെ ഇരിക്കുന്ന മോഹനോട് ഉള്ളിൽ തോന്നിയ പുച്ഛം മറച്ചു പിടിച്ചുകൊണ്ട് രാധിക കപടമായ പുഞ്ചിരി അണിഞ്ഞു. അതെ മോഹൻ, ഇറ്റ്സ് ഐ ബ്ലാങ്ക് ചെക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പണം ഇതിൽ നിന്നും എഴുതിയെടുക്കാം. മോഹൻ്റെ മുഖത്തെ അമ്പരപ്പ് കണ്ടൊരു ഗൂഢസ്മിതത്തോടെ രാധിക പറഞ്ഞു. പറയൂ മാഡം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പക്കലൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ അതുപോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ രാധിക അത്യധികം ഉത്സാഹത്തോടെ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഡാ രുദ്ര, എനിക്ക് എന്തോ ഒരു പേടി പോലെ. മോഹിനിയുടെ അമ്മയെ കാണാനായി ഷാൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയതാണ് രുദ്രനും മോഹിനിയും. മോഹിനി അമ്മയും ഒത്ത് കിച്ചണിൽ കാര്യമായ പരിപാടിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഷാനുമൊത്ത് ബാൽക്കണിയിൽ ഇരുന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നതിനിടയിലാണ് ചോദ്യം.
അതിന് പേടിക്കാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അതാണ് എൻ്റെ പേടി. സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നത്? യാതൊരു കൂസലുമില്ലാതെയുള്ള രുദ്രന്റെ ചോദ്യം കേട്ടതും ഷാന് ദേഷ്യം വന്നു. എടാ, നിന്റെ മമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇതുവരെ ഒന്നു തന്നെ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ മോഹിനിയുടെ അമ്മയെ നാട്ടിൽ നിന്നും മാറ്റിയിട്ടും ഇപ്പോൾ അവളുടെ പാരൻസ് എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ ആളെ ഇറക്കിയിട്ടും രാധിക ആൻറ്റി ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നതെന്താ? നിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ പ്രതികരണമില്ലായ്മ, അതാണ് എനിക്ക് പേടി. ആര് പറഞ്ഞു എൻ്റെ അമ്മ പ്രതികരിക്കുന്നില്ല എന്ന്? ദേ കേൾക്ക്, എൻ്റെ അമ്മയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ. കയ്യിലിടുന്ന സിഗരറ്റ് ഒന്ന് ആഞ്ഞു വലിച്ച് തൻ്റെ ഫോണിലേക്ക് വന്ന വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു രുദ്രൻ. പറയൂ മാഡം, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എൻ്റെ പക്കലൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. എന്തായാലും വിവാഹം അടുക്കാറാവുന്നത് വരെ ഇങ്ങനെ തന്നെ പോകട്ടെ. കല്യാണം മാർഷനിൽ വെച്ച് നടത്തുന്നതിനാൽ ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് പ്രമാണിച്ച് നിങ്ങൾ അടുത്ത ബന്ധുക്കളുമായി വിവാഹത്തിൻ്റെ തലേ ദിവസം മാർഷനിലേക്ക് എത്തണമല്ലോ. തലേ ദിവസം മെഹന്തിക്ക് ശേഷം എന്തായാലും നിങ്ങളെല്ലാവരും മാൻഷനിൽ തങ്ങേണ്ടി വരും. അന്ന് രാത്രിയിൽ മോഹിനിയുടെ മുറിയിൽ അവൾ അറിയാതെ മറ്റൊരു പുരുഷനെ കയറ്റി വിടണം. അങ്ങനെ അവൾക്ക് രുദ്രനോടൊപ്പം തന്നെ മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം. കല്യാണ ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രുദ്രനെ അവൾ ചതിച്ചു എന്ന് വരുത്തി തീർക്കണം. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് രുദ്രൻ തന്നെ അവളെ അടിച്ചിറക്കണം. സ്വന്തം മകളുടെ പ്രവൃത്തിയിൽ നാണം കെട്ട് എല്ലാവരോടും ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മോഹിനിയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി അവളെ ഞാൻ പറയുന്നിടത്തേക്ക് കൊണ്ടുവരണം. രുദ്രന്റെ സംരക്ഷണത്തിൽ നിന്നും അവൾ പുറത്തു കടന്നാൽ പിന്നെ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ മാഡം, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്നറിയുന്ന നിമിഷം ആ കുട്ടി സത്യങ്ങളൊക്കെയും വിളിച്ചു പറഞ്ഞാൽ മാഡത്തിന്റെ കള്ളവും പൊളിയില്ലേ? തലേ ദിവസം അവൾ കഴിക്കുന്ന ഫുഡിൽ അവൾ അറിയാതെ ചേർത്തു നൽകണം. പിന്നെ പിറ്റേ ദിവസം വരെയും അവൾക്ക് അതിൻ്റെ മന്ദത ഫീൽ ചെയ്യും. ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ വെറും കാഴ്ചക്കാരിയെ പോലെ കണ്ടു നിൽക്കാനേ അവൾക്ക് കഴിയൂ. ആ സമയം അവളുടെ മുറിയിലുള്ളവൻ അവളുടെ മുറച്ചെറുക്കനാണെന്നും അവർ തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആരെ കൊണ്ടെങ്കിലും എല്ലാവരെയും ധരിപ്പിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ രുദ്രൻ നോക്കിക്കോളും. മോഹൻ അയച്ചു നൽകിയ റെക്കോർഡിംഗ് കേട്ട് തരിച്ചു പോയി ഷാൻ. ഈ സ്ത്രീക്ക് എങ്ങനെ ഇത്രയും ക്രൂരമാവാൻ സാധിക്കുന്നു? ഇല്ല, ഇവരുടെ പ്ലാൻ ഒരിക്കലും നടക്കാൻ പാടില്ല. സ്വന്തം മകനോടൊപ്പം ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ് ഇവർ തകർക്കാൻ നോക്കുന്നത്. ഇവരെ വെറുതെ വിടരുത് രുദ്ര. നിനക്ക് തോന്നുന്നുണ്ടോ ഷാൻ, ഞാൻ ഇവരെ വെറുതെ വിടുമെന്ന്? അനുഭവിപ്പിക്കും ഞാൻ. സ്വന്തം മകനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിഡ്ഢിയാക്കുന്ന മിസ്സിസ് രാധിക സൂര്യദർശൻ. അമ്മ എന്ന വാക്കിൻ്റെ വില പോലും കളഞ്ഞു കുളിച്ച ഒരു ജന്മം. അവർക്കുള്ള പണി അവർ തരുന്ന അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തിരിക്കും ഞാൻ.